ചേട്ടാ എന്തിനാ ഈ മേളത്ത് സംസാരിക്കണേ? സംസാരിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ സമാധാന ചർച്ചയിൽ വെള്ളപ്പൊടി കാണിച്ചിട്ട് സമാധാന ചർച്ചയിൽ അവനോട് ബാലനോട് സംസാരിച്ചോ? ബാലൻ എന്തി ഓ ഓക്കെ ഓക്കെ സംസാരിച്ചോന്നുണ്ട് എന്തായി? പറഞ്ഞു കാര്യം കറക്റ്റ് തന്നെ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബ്രോ, അത് എവിടെന്നാണ് ഇതൊക്കെ മൂട്ടി വിടുന്നതിന്റെ ഉറവിടം എവിടെന്നാണെന്നൊന്ന് അന്വേഷിക്കണം എന്നുള്ള ഇതിൽ പറഞ്ഞ് എൻഡ് ചെയ്തു. അത്ര തന്നെ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആരെങ്കിലും എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിരിയേറ്റി വിടുവോ ഓരോരുത്തന്മാര്? ഇപ്പൊ സരക്ക് ഇവിടെ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇന്നലത്തെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയാം. അത് വേറെ അത് നിനക്ക് പറയാനുള്ള കാര്യം നിനക്ക് പറയാം സരക്കെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്. ഇന്നലെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിന്നെ അതിനകത്തോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യുന്നില്ല, നിനക്ക് അതിലോട്ട് വരാനും താല്പര്യമില്ലെന്ന് നീ ഓൾറെഡി പറഞ്ഞു ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ. അപ്പോൾ പിന്നെ എനിക്കും അതൊന്നും ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ സ്പീഡ് വന്നിട്ട് മീറ്റിങ്ങിൻ്റെ POV കാണിച്ച സമയത്ത് എനിക്ക് ആ മീറ്റിംഗ് തിരിച്ച് അതുപോലെ POV എനിക്ക് സ്ട്രീം ചെയ്ത് കാണിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറയില്ല, അതിൽ ഞാനും റിബലും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് അടക്കം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിലൊരു 57ാമത്തെ മിനിറ്റ് ഇതാണ് ക്ലിപ്പാണ് കാണിച്ചത്. സോ സ്പീഡിൻ്റെ കാര്യത്തിലോട്ട് ഡയോസിൽ ഞാൻ വലിച്ചഴിക്കുന്നില്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ T47 കളിച്ചതിൻ്റെ ഇഷ്യൂ ആണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ T47 കളിച്ചതിനകത്ത് ഒരു കാര്യം അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് T47 ഈ സ്പീഡ് കയറിയിട്ട് അവനൊന്നും പറഞ്ഞില്ല. ഞാൻ അവനെ കുണ്ണേന്ന് വിളിച്ചു എന്നാണ്, ലൈവിൽ കുണ്ണേന്ന് വിളിച്ചു എന്നാണ് അവൻ എന്നോട് പറഞ്ഞ അക്യൂസിഷൻ. സോ ലൈവിൽ കുണ്ണേന്ന് പറഞ്ഞ അക്യൂസിഷൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ എനിക്ക് എൻ്റെ പ്രശ്നമുള്ള ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ പറയണത് പോലെ വാർചാറ്റിൽ മറ്റേ പൈസയുടെ ഇമോട്ടിൻ്റെ ഇതിട്ടായിരുന്നു. പിന്നെ മറ്റേ വളി പോയെന്ന് പോയി പറഞ്ഞ് കമൻറ്റ് ഇട്ട് TV-യിലെ 2-3 പ്ലേയേഴ്സിനെ അടിച്ച ആരുടെയായിരുന്നോ? ആരുടെയാണോ? സാവേജിൻ്റെ ആണോ കിണ്ടിയുടെ ആണോ? ഇവരെ അടിച്ചിട്ട് ഇതിനകത്ത് പോയി കമന്റ് ഇട്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത്. എനിക്ക് സ്പീഡിനെ അപരാധിക്കാനായിരുന്നെങ്കിൽ ദാമുവിനെ അപരാധിച്ച ദിവസം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, സ്പീഡൊന്നും ചെയ്തിട്ടില്ല, സ്പീഡ് ആരും കേക്ക് ഇതുവരെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അന്ന് എനിക്ക് അപരാധിക്കാനായിരുന്നു, അന്ന് എനിക്കിരുന്ന് പറയാമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രീൻഷോട്ടുകളും ഇതെല്ലാം കിട്ടിയപ്പോഴാണ്, അതായത് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ന്യായീകരിച്ച് നട്ടപ്പോൾ എനിക്ക് വേറെ ഇതൊന്നുമില്ല. മീറ്റിങ്ങിലെ കാര്യവും ബാക്കിയുള്ള കാര്യമല്ല എനിക്ക് പറയേണ്ടത്. ഞാൻ ഡയോസിൻ്റെ കാര്യവും ബാക്കി ഇതൊന്നും അല്ല ഞാൻ പറയണത്. ഡയോസ് പ്ലെയർ ഉള്ള രീതിയിലാണ്, T47 പ്ലെയർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. അത് അവരാധിക്കുകയാണെങ്കിൽ നേരെ ഒന്നും അവരാധിക്കണം, അല്ലാതെ ഒരു സൈഡിൽ മറ്റേ ഇതായിട്ട് നിന്നിട്ട് വന്ന് ഇത് പറയാമെന്നുള്ളൊരു കാര്യം എനിക്ക് താല്പര്യമില്ല. പിന്നെ മീറ്റിംഗ് POV കാണിക്കാൻ ഞാൻ ഇവരോട് ചോദിച്ചപ്പം റിബലും ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, മീറ്റിംഗ് POV കാണിക്കുന്നതിൽ പേഴ്സണൽ ഇഷ്യൂസ് അവർക്ക് വെളിയിലോട്ട് ഡ്രാഗ് ചെയ്യാനും അതിന്ന് ഡിസ്കസ് ചെയ്യാനും. ഇപ്പം ഞാനത് POV കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇവരും പറയും, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരും പറയും. പിന്നെ സുനിമോൻ്റെ കേസ് ഞാൻ പറയാം. സുനിമോൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ കുറേ പേര് ഇന്ന് പോയി ഇതിട്ടത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതും പറയണം. എനിക്ക് സുനിമോനും ഞാനും അന്ന് ഞാൻ സുനിമോൻ്റെ അടുത്ത് ട്രിഗർ ആയത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഒരു 57 മിനിറ്റ് എന്തോ ആയ സമയത്താണ് ഈ പറയണ ട്രിഗറിങ് മൊമെൻറ്റ് ഉണ്ടാവണം. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് ട്രിഗർ ആയിട്ടുണ്ട്, ചീത്തകളായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ സുനിമോനെ ഞാൻ പറയാം, നിനക്കത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിക്കാം, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് ആ POV നിങ്ങൾ കാണിക്കുന്നില്ല, എനിക്ക് പ്രശ്നമില്ല. അന്ന് എന്താ നടന്നതെന്ന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ അത് വീണ്ടും അടുത്ത സംസാരമാവും. എനിക്ക് ആ സംസാരത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി കാണിക്കണമെങ്കിൽ കാണിച്ചിട്ട് ഇതാക്കിക്കോ. പിന്നെ അല്ല ഞാൻ പറഞ്ഞ 5 വർഷം ഒരുമിച്ച് നിന്നവരായി ബ്രോ, അത്രമാത്രം കാര്യങ്ങൾ കാണും നമ്മുടെ ഇടയിൽ. ഒരാൾ ഒന്ന് പറഞ്ഞ അടുത്ത ആൾ ഒന്ന് പറഞ്ഞത് എവിടെ പോയി നിൽക്കുന്ന അതാ ബാബു ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് OC സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ സ്പീഡ് ഇങ്ങനെ പറഞ്ഞല്ലോ, അതായത് 3 പേരുടെ എന്തോ ഇത് കഴിയുമ്പോൾ ഈഗിളിനെ ബാധിക്കത്തില്ല, ഈ പകരം TV-ക്കകത്തുള്ള 3 പേരെ ബാധിക്കും, അവരുടെ എന്തോ കാര്യമുണ്ട്, അവൻ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തിന് മാത്രമാണ് ഇപ്പം ഈ രായനും ബാലനോട് ഇന്നലെ കോൺവെർസേഷനായി ഈ അടി വേഴ്സ് ആയത്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, മനസ്സിലായി? ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ T47 കേസ് വന്ന സമയത്ത് ഇപ്പം T47 അല്ലാത്ത കുറെ ആരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ബോഡി ഷേമിങ് ചില കാര്യങ്ങൾ ചെയ്തു. അതിന് നമ്മള് ആ കേസ് വന്നത് സംസാരിച്ചപ്പോഴത്തേക്ക് ഡയറക്ട്ലി പറഞ്ഞത് പക്കാ ഊമ്പി തരുവാണ് പറഞ്ഞതെന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവന്റെ അടുത്തും പറഞ്ഞതാണ്, എടാ ഇങ്ങനത്തെ കാര്യങ്ങൾ ആ ഡിസ്കോഡിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ്
ഇങ്ങനത്തെ ഊമ്പിത്തരങ്ങൾക്ക് മനസ്സിലായില്ലേ, കണ്ടിട്ട് മിണ്ടാതിരിക്കുകയും റിയാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാ പ്രശ്നവും വരുമ്പോഴും ഇപ്പം ഇതിന്റെ അകത്തെ പ്രശ്നം വെച്ചാൽ T47 ഏത് കേസ് വന്നാലും ആദ്യമേ എല്ലാവരും ഒന്ന് ഹേറ്റ് കൊടുക്കുന്നത് മറ്റേ സ്പീഡ്, നമ്മളോട് കളിക്കുന്നതിന്റെ സ്പീഡിന്റെ പണ്ടേലാണ് എല്ലാം വരുന്നത്. വേറെ ആരെങ്കിലും വല്ലതും പറയുകയാണെങ്കിൽ അവരെ ഫോട്ടോ ഇട്ട വേണമെങ്കിൽ അതിന്റെ അകത്ത് ഒരുത്തം കാണും, അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞ ഒരുത്തം കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് അടിയാ. സരക്കിന് പേടിയാണ്, എനിക്കൊരു പേടിയില്ല ബ്രോ. ഞാൻ അല്ല നീയൊക്കെ അല്ലല്ല മേഡം സരക്കിന് പേടി എനിക്കൊരു പേടിയില്ല ബ്രോ. എനിക്കാരോ അല്ല ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. അല്ല അവന്റെ അടുത്ത് പറഞ്ഞാണ്, അവൻ ചാറ്റി പറഞ്ഞെടുത്ത് ഞാൻ പറയണം, മീറ്റിംഗ് പറഞ്ഞ കാര്യം എനിക്കൊരു പേടിയില്ല. ആർക്കും ഒരു പേടിയില്ല. ഞങ്ങൾക്ക് രണ്ടുമായിട്ടുള്ള പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ഒരു പോസ്റ്റ് മാത്രം സ്കിപ്പ് ചെയ്ത് കാണിച്ചാൽ നീയൊക്കെ ചോദിക്കില്ല അവിടെ എന്താണ് പ്രശ്നമെന്ന്. അവിടെ എന്തിനു കാണിക്കണം? അവൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞേ ഞാനിപ്പോ കണ്ടവര് വെച്ച് പറയാം. ഇന്നലത്തെ ഇഷ്യൂല് ബാലന്റെ സൈഡില് ബാലൻ കാര്യം ഫുൾ ആയിട്ട് അറിഞ്ഞിട്ടില്ല. അവൻ അവന്റെ ട്രിഗറിൽ ഒരു കാര്യം പറഞ്ഞു, അത് അവന്റെ മിസ്റ്റേക്ക് ആണ്. ഇൻബോക്സിൽ പോയിട്ട് ഞാൻ അവന്റെ പറഞ്ഞു, ബട്ട് അതിന്റെ ഫർദർ കാര്യം പറഞ്ഞ ഫർദർ കാര്യങ്ങൾ നീ അന്വേഷിക്കണം. അല്ലെ നിനക്ക് അവിടെ ചോദിക്കാനോ എടുത്തുചാടി തീരുമാനം എടുക്കുന്നതിന് മുന്നേ പറയാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയട്ടെ, ഇതിന്റെ അകത്ത് പറഞ്ഞത് ഈ സ്പീഡിന്റെ കേസിൽ പറഞ്ഞപ്പോ സ്പീഡ് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഈ എന്താണ് നീ ഇറങ്ങിയ സമയത്ത് നിനക്ക് അന്ന് VC-യിൽ വെച്ച് ഡിസ്കോഡ് വെച്ച് കുറച്ച് സംസാരങ്ങളായി. അതിന്റെ അകത്ത് നിനക്ക് 3-4 പേരെ സംസാരം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ അവരായിട്ട് സീനായിട്ടുള്ളത്. അപ്പൊ നീ ഓൾറെഡി ഇങ്ങനെ എന്താണ് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനത്തെ കുണ്ണുകളെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണല്ലോ നീ ലൈവില് പറഞ്ഞിട്ടുള്ളത്, അവർ പറഞ്ഞതിന്റെ രീതിയിൽ. അപ്പൊ ആ സീൻ ഉള്ളത് കൊണ്ട് ഇവന്മാരെ നീ അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതി പറയുന്നതുകൊണ്ട് തിരിച്ച് അവന്മാർക്ക് ഇനി മറ്റേ പണ്ടത്തെ പോലെ തന്നെ കാണേണ്ട ആവശ്യമില്ല. പോലും പേര് റിവീൽ ചെയ്യാതെ ഇവരാണെന്ന്. ശരക്കണ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് എന്നെ മറ്റേ T47 ഇൻവൈറ്റ് വാർ ചാറ്റ് ഇട്ടപ്പോ ഈഗിൾ ബ്രോ അവിടെ ലൈവ് ഇരുന്ന് തന്നെ എന്നെ പറ്റി എന്തോ പറഞ്ഞു. അതല്ലേടാ അത് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ മണിയുടെ ഇത് വാർച്ചാറ്റ് ഇടുന്നത്. ഞാൻ എന്നെ ഗ്യാങ് കയറ്റിയ സമയത്ത് ഇട്ടപ്പോഴാണ് ഈഗിൾ ബ്രോ അത് ഇട്ടത്. ഏത് അത് വേറെ ഇഷ്യൂ ആണ്. അത് ഞാനും സാവേജും തമ്മിലുള്ള അത് ഞാൻ പറയട്ടെ. എന്താണ് ഈഗിൾ ബ്രോ ഞാൻ പറയട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. എന്തൊക്കെയാണ് ടിവിക്കെതിരെ കണ്ടന്റ് വരുമ്പോ അതിനകത്ത് ടി വി കളിച്ചൊരു പ്ലെയർ പെട്ടെന്ന് ഇറങ്ങിപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടുമ്പോ അത് വേറെ ഇഷ്യൂ ആണ്. എനിക്ക് അത് വേറെ ഇഷ്യൂ ആണ്. നിനക്ക് നിന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അത്രേ ഉള്ളൂ. അത് കണക്കാണ്. അപ്പൊ എന്നെ പറ്റി ലൈവിൽ പറഞ്ഞ ഞാൻ അത് കണക്ക് ലൈവിൽ പറയാം, അത്രേ ഉള്ളൂ. ഞാൻ അത്ര കാണുന്നുള്ളൂ. എനിക്കും പ്രശ്നമില്ല. എനിക്കിതിനെ പറ്റി ഒരു പ്രശ്നമില്ല. എനിക്കിതിനെ പറ്റി പ്രശ്നമില്ല. ഞാനൊരു കാര്യം പറയാം ബ്രോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാം ഇതിന്റെ അകത്ത് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കുറച്ചുപേര് പറയും, ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഓൾറെഡി ഈ RP എന്ന് പറഞ്ഞ സാധനം നിർത്തി. എനിക്കിത് നിർത്തുന്നതിന് മുമ്പ് ഇപ്പൊ സംസാരിച്ചുകൊണ്ട് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് ഇതിന്റെ ലൈവ് ഇട്ടിട്ട് എന്താ ഒരുത്തരും തെറി വിളിക്കണ്ട, ഇവിടെ ഒരുത്തരും ലൈവ് കിടന്നുണ്ട്. അല്ല വിളിക്കണ്ട, അവിടെ പറഞ്ഞ് വിളിക്കണ കുണ്ടച്ചിനും ആരും വിളിക്കണ്ട. ഇതൊക്കെ തന്നെയാണ് ട്രിഗർ ആക്കണ. അവന്റെ തള്ളക്കും തന്തക്കും ഇമ്പോസിബിൾ ഓരോ കുട്ടികൾ മെസ്സേജ് അയക്കുന്ന അപ്പൊ ഒരു കുഴപ്പമില്ല. ഒരുത്തനും ഒരു കുഴപ്പമില്ല. അവന്റെ ഒരു കാര്യം വിളിക്കണം. അവന് കേറിയപ്പോ തൊട്ട് ഞാൻ കാര്യം പറയട്ടെ, അവൻ T47 കേറിയപ്പോ തൊട്ട് അവന് വരുന്നതാണ്. അവന് ടിവിയിലുള്ള എന്തിനാ അവൻ T47 കളിക്കാൻ കയറിയതല്ലേ? അവൻ ടിവിയിൽ നിന്ന് ഇറങ്ങി അവൻ കളിക്കാൻ കയറി. നമുക്ക് നല്ലതായിട്ടുള്ള ഇത്രയും നാൾ കേസ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഇഷ്യൂ ഉണ്ടായി. അപ്പൊ T47 ഉള്ളവരെ പറഞ്ഞതിന് ഒരു സീനും ഇല്ല. നമ്മളതിന്റെ അകത്ത് നമ്മൾ സംസാരിക്കാനും വരുന്നില്ല. മനസ്സിലായി? അവൻ പറഞ്ഞതിന് അവര് പറഞ്ഞതിന് ഇപ്പൊ നിങ്ങളെ പറഞ്ഞതിന് നിങ്ങൾ റിയാക്ട് ചെയ്യും. അത് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യും. നമ്മളെ പറഞ്ഞാൽ നമ്മൾ അതിൽ റിയാക്ട് ചെയ്യും. പക്ഷെ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫസ്റ്റ് ടിവിന്ന് മറ്റേ ഇറങ്ങിയ സമയത്ത് ഈ 4 പേരുടെ കേസ് പറഞ്ഞിട്ട് നീ ഓൾറെഡി ഇങ്ങനെ ലൈവില് ഇടക്കിടക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യുമല്ലോ, ഇങ്ങനത്തെ ഈ 4 കുണ്ണുകളെ ഇഷ്ടം. ഇപ്പൊ അതില് ഒരാൾ അവനാണെന്നുള്ള അവന് നല്ലോണം അറിയാലോ.
മനസ്സിലായി? അത് അവന് മാത്രല്ല അറിയത്തുള്ളൂ, നാട്ടുകാരെങ്ങനെ അറിഞ്ഞെന്നുള്ളത് എടാ, നാട്ടുകാരെ അറിയുന്നല്ല. എടാ നീ ഇപ്പം പറയാ, അവൻ പറയണ ടിവിയിൽ ഇന്ന ഒരാൾ കുണ്ണയാണെന്നുള്ള രീതിയിൽ അവരുന്ന് വെറുതെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് മനസ്സിലാക്കി അതിനകത്തുള്ള എല്ലാ ഇപ്പോഴും വെറുതെ നടന്നില്ല. സ്പീഡില്ല. അവന്റെ ലൈവിൽ കാണിച്ച POV ഏതാണ്, എന്താ അവൻ ഏതിലോ ആ കുണ്ണ ഏതിലോ കേറട്ടെ എന്ന് പറഞ്ഞ സാധനം അത്. എടാ അതല്ല പറയുന്ന, അതൊക്കെ ഇപ്പോഴുണ്ടായ പ്രശ്നമല്ല. അവൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ടിവിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ VC സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ സമയത്ത് VC സംസാരിച്ച് ക്ലിയർ ആക്കാൻ നോക്കിയതിനു ശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് ഇവൻ പറഞ്ഞ സംഭവം ഇഷ്ടപ്പെട്ടില്ല, നീ അതുകൊണ്ട് ഇവന് ഇനി ടിവിയിൽ കേട്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നീ ലൈവിൽ മെൻഷൻ ചെയ്യുമ്പോ ഈ കാര്യം വെച്ചിട്ട് ഇങ്ങനെ 4 പേരെ മെൻഷൻ ചെയ്ത് പറയും. അതെന്തായാലും അറിയാമല്ലോ, ഇവരാണ് പറയുന്നത്, ഇവർക്ക് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ലടാ. അതാണ് പറഞ്ഞത്. ഈ ലൈവില് അങ്ങനെയല്ല, നീ പറയണ്ടേ എന്നുള്ളത് എന്റെ ഇഷ്ടം. പക്ഷെ അവൻ അത് കേട്ടിട്ടാണ് പൊളിഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പൊളിഞ്ഞോട്ടെ. ഞാനും അപ്പൊ എക്സ്പ്രസീവ് ആവുന്ന സമയത്ത് എനിക്ക് എക്സ്പ്രസീവ് ആവേണ്ടടാ. അപ്പൊ അവന് അവൻ പറഞ്ഞത് അതാണ് നടന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് അവനെ ന്യായീകരിക്കാനും അല്ലാതെ നിങ്ങൾ ഇതാക്കാനും അല്ല പറഞ്ഞത്. TV സ്പ്ലിറ്റപ്പ് ആയി. നമ്മളെല്ലാരും ഇതിനകത്ത് എല്ലാരും ഇവര് ഡയോസ് ഒക്കെ ഫോം ചെയ്യുന്നതിനും ആ ഒരു ടൈമൊക്കെ ആവുന്നതിന് മുമ്പ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ആദ്യം ഒരു ഗ്യാങ്ങിൽ പോയി കയറിയതൊക്കെ ഇപ്പൊ പപ്പടം മാസി കയറിയ എല്ലാവരും ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല ആ സമയത്തൊന്നും. നമുക്ക് ഓപ്പോസിറ്റ് വന്നതിന് ശേഷം നിന്റെ സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വേറെ അഡ്മിൻ POയിൽ വരെ കണ്ടിട്ട് വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട് ഈ ലൈവ് കണ്ടതില്. ഓക്കെ, ഞാൻ ആദ്യത്തെ വാർ ഞാൻ കളിച്ചില്ല. ഓക്കെ, ടർഫ് ഇല്ലല്ല സരക്കണ്ണ, ഞാൻ പറയാം. അല്ല ഞാൻ നമുക്ക് ഓപ്പോസിറ്റ് അതുപോലെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല ഗ്രഡ്ജ് പോലെയല്ല ഈഗിൾ ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മെമ്പർ ആയിരുന്നു. റീസൺ ഉണ്ട്. അത് ആർക്ക് വേണ്ടി 8x ആയിട്ട് പ്രശ്നം? TV കളിച്ചോണ്ട 8x ആയിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാവരുമായിട്ട് പ്രശ്നമല്ലായിരുന്നു. TV ആയിട്ട് ഇതായിട്ട് എനിക്ക് അവിടുത്തെ എല്ലായിടത്തും കുഴപ്പമില്ലായിരുന്നു. ഇത് കുറച്ചു പേരായിട്ട് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സോൾവ് ആയായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ്. പിന്നെ നമ്മള് കമ്പനി അങ്ങനെ ഇപ്പം എത്ര പേര് അങ്ങനെ സോൾവ് ആവുന്നു? അതെ ശരിയാ. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. എടാ അത് അത്രേ പറഞ്ഞോളൂ. ഞങ്ങള് ഇത്രേ. പിന്നെ ഞാനിത് ഞാനിപ്പോ സിറ്റിക്കകത്താണെങ്കിൽ എനിക്ക് അന്ന് ബീച്ച് വന്ന് ആ സിറ്റുവേഷനിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ ബീച്ച് വന്ന് അന്ന് സിറ്റുവേഷൻ പിടിച്ചപ്പോ. സിറ്റുവേഷനിൽ മിണ്ടുന്ന കാര്യമല്ലല്ലോടാ. റിവലറി ഗ്യാങ്ങിൽ പെട്ടെന്ന് നീ മാത്രമാണ് അങ്ങനെ ഒരു ഇതിനകത്ത് പോയിട്ട്. ദാമിന്റെ കേസ് ഞങ്ങൾക്ക് പണ്ട് നേരത്തെ വിട്ടതാ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നീ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗ്യാങ്ങിൽ പോയിട്ട് ഇതുപോലത്തെ സംസാരമായ രീതിയിൽ. അതാണ് നമ്മളെ ട്രിഗർ ആക്കിയ ഒരു സാധനം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പം ഇതൊരു ഗെയിമല്ലേ, അവന് ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ പോയി കളിക്കട്ടെ, അത് വിടുക. അതിനെന്തിനാണ് ഇത്രയും ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മള് വേറെ എത്ര അല്ലടാ, ഞാൻ പറയുന്ന ഫുള്ള് ഇത് കേള്. നമ്മള് കളിക്കുന്ന സമയത്ത് വേറെ ഗ്യാങ്ങില് നമ്മളെ എനിമി ഗ്യാങ്ങിലുള്ള ആൾക്കാർ നമ്മളോട് ഒന്ന് കളിക്കാറുണ്ട്. അന്നും പറഞ്ഞ് ആ ഗ്യാങ്ങിലുള്ളവർ ഇപ്പം അവന്റെ അടുത്ത് ഹേറ്റിംഗ് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടും. അത് എന്തിനാണ് ഹേറ്റ് കാണിക്കുന്നതല്ലേ ചോദിക്കുള്ളൂ. ആ രീതിയിൽ അങ്ങ് വിട്ടാ കഴിഞ്ഞ കാര്യമില്ല. ഇത് ഇത്രയും വലിയ സംഭവമാക്കണില്ല. പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനിത് വലിച്ചു നീട്ടി പറയണത് ഭയങ്കര ശോകമാവും. ഈ ലൈവിൽ ഈ ചിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നതിനാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ കാര്യം പറയുമ്പോ എനിക്ക് ഇല്ലടാ, ഞാൻ വിടാ, നമുക്കിത് വിടാടാ. അല്ലടാ, ഞാൻ അല്ല, നീ ഇങ്ങനെ ആക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന കാണുമ്പോ അതുകൊണ്ടാണ്. അല്ല ഞാൻ പറയണ എടാ ഇത് വീടാ അതുകൊണ്ടാണോ? അല്ല ഫേസ് ക്യാമിന്റെ ഞാൻ ഈ സംസാര ടോപ്പിക്കിന് വയ്യടാ, എനിക്ക് വയ്യ. അങ്ങനല്ല, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞല്ല. എനിക്ക് സംസാരിക്കാൻ വയ്യടാ. നമുക്ക് സംസാരിച്ച് വീണ്ടും ഇത് വഷളാക്കുന്ന പോലെ ആയിപ്പോ. വേണ്ട, വിട്ടേക്ക്. അത് അതുകൊണ്ട് പറഞ്ഞാണ് ചാറ്റിലുള്ളവന്മാരിട്ട് എന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോ എന്നെ തന്നെ ഇരുന്ന് ഇനി അവരാധം പറയത്തുള്ളൂ. വേറെ പറഞ്ഞില്ല. എനിക്കിനി ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അല്ലടാ, ഇത് ലൈവ് എടുത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മള് നോക്കൂലടാ. അത് അതുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ? എല്ലായിടത്തും അതിപ്പോ എന്തായാലും വന്നിട്ട് ഇനിയിപ്പം എനിക്കത് വയ്യ. അതുകൊണ്ട് പറയുന്നത് വിട്ടേരെ, ഇവിടെ വെച്ച് വിട്ടിട്ട് നമുക്ക് സംസാരം നിർത്താം. അതാണ് നല്ലത്. നിനക്ക് പറയാനുള്ളതിന് നീ പറഞ്ഞു. എനിക്ക് നിന്നെ ഇരുന്ന് അവരാധിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ.
അത് ഇങ്ങനെ നിന്റെ സൈഡിൽ നീ പറഞ്ഞ ഇമോട്ടും മറ്റേ അതെല്ലാം വന്നപ്പം ഉള്ള ആ ഒരു സാധനത്തിലാണ് ഞാൻ അന്ന് നിന്റെ ആ ഒരു കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ പറയണതുപോലെ ഈ ഒരു ലീഗ് ചാറ്റിൽ അതുകൂടെ കണ്ടപ്പോഴാണ് ഞാൻ ട്രിഗേർഡ് ആയത്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഇത് ഡേ ബൈ ഡേ ഇരുന്ന് നിന്നെ അപരാധിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നീ നിന്റെ കാര്യം പറഞ്ഞു. നിനക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ്. ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി വേറെ ഞാൻ ഇന്നലെ ഇടുന്നില്ലെന്ന് പറഞ്ഞാണ്. പിന്നെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു എന്റെ സൈഡ് ക്ലിയർ ആക്കണമെന്ന്. അത് നിന്റെ ഇഷ്ടമാണ്. എനിക്ക് ഈ ലൈവ് ഇട്ട് ഇതൊന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്ത ഒരു സംഭവമാണ്. മെയിൻലി എനിക്ക് ഗെയിം കളിക്കുന്നത് എന്റെ ഒരു ഇതിനു വേണ്ടിയാണ്, മനസ്സിലായില്ല. അതിനു വേണ്ടി മാത്രമേ ഞാൻ ഗെയിം കളിക്കുന്നത്. എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിരിക്കുമ്പോ എനിക്കൊരു സമയം പോണം, അതിനു വേണ്ടി മാത്രമേ ഞാൻ കളിക്കുന്നത്. നിന്റെ അടുത്ത് പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് രായനും ഇവരടക്കം എല്ലാ കോൺവെർസേഷൻ ആവുന്നതിന്റെ മെയിൻ കാരണം പോലും അന്ന് ലാസ്റ്റ് നീ പറഞ്ഞു വെച്ച ഡയലോഗാണ്. അവിടുന്നാണ് ഇപ്പൊ എല്ലാം തുടങ്ങി. ഇപ്പൊ ഒരു കാര്യമില്ല. അത് ബാലനാണ് അവിടെ തുടങ്ങണം. ബാലനാണ് അവിടെ തുടങ്ങണം. അപ്പൊ അവിടെ ആരെന്നാ എന്തരെന്നാ ഒന്നും പറയില്ല. അല്ല അവന്റെ തല ഇതാക്കാതെ. അല്ല ഇതിപ്പോ അവന്മാര് പറയുന്നത് അല്ല സ്പീഡ് പറഞ്ഞെങ്കിൽ സ്പീഡിന്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ പോലെ എന്നുള്ളതാണ് അവന്മാര് ചോദിക്കുന്നത്. അവന്മാര് രായനെ പറയേണ്ട ആവശ്യം. പറയണ കേക്ക് നീ ഇങ്ങനെ ഇതാവാതെ ഞാൻ പറയണ കാര്യം കേക്ക്. എപ്പോഴാ ബാല മെസ്സേജ് ഇത്രയും നാളും ഞാൻ ഇത് കണക്കായിട്ടില്ല. ഞാൻ അതും കൂടെ ഒന്ന് കേക്കണം. ഇവന് വന്നിട്ട് ഒരു റൈറ്റും ഇല്ല വന്ന് ചീത്ത വിളിക്കുക. ഇത്രയും നാൾ ഇതിന്റെ അകത്ത് നിന്നിട്ടുള്ള ആളാണ്. അവൻ വരുന്നതിന് മുമ്പേ ആ ടി വി എന്ന് പറഞ്ഞ ടാഗിട്ട ഒരാളാണ്. അല്ല ഞാൻ പറയട്ടെ, ടി വി എന്ന് പറഞ്ഞ ടാഗിട്ട ഒരാളാണ്, മനസ്സിലായ? അവൻ അങ്ങനെ തോന്നി എനക്കൊന്ന് ചീത്ത വിളിക്കൊന്നുമില്ല. അവൻ ചെയ്തതിന്റെ ഒക്കെ 100 ഇരട്ടി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ടി വി ഇറങ്ങിയവന്മാർ എന്നെ കൊട്ടയെന്നും ചട്ടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ? അവനെ ചീത്ത വിളിച്ച് അവനില്ലായിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വിളിക്കാൻ വന്നോ? മനസ്സിലായ? അവൻ ചെയ്യണം, ന്യായീകരിക്കണം ചെയ്യണം. ഇപ്പൊ വന്നിരുന്നിട്ട് അവൻ വെള്ളം അടിച്ചിട്ട് വിളിച്ചെന്ന് പറഞ്ഞപ്പോ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞ രീതിയിലല്ലേ പറഞ്ഞത്. അണ്ണൻ ന്യായീകരിക്കും ആണ് ന്യായീകരിക്കുകയാണ്. അല്ലെന്ന് പറയല്ലേ രായ, ന്യായീകരിക്കുന്ന പറഞ്ഞില്ല പറയട്ടാ രായ നിക്ക്. ഞാൻ പറയട്ടെ. ആള് പറഞ്ഞത് സ്പീഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അവൻ പറയാനുള്ള പറയട്ടെ, എന്നിട്ട് നിന്റെ സൈഡ് പറ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്പീഡിന്റെ ഇതിലാണ് ഇന്നലെ അത് നടന്നതെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സ്പീഡിന്റെ ലൈവ് കണ്ടതിന് ശേഷം ഞാൻ ബാലനോട് എടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് അവൻ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ട്രിഗേർഡായിട്ട് പോയി മെസ്സേജ് അയച്ചത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ സ്പീഡിന്റെ ലൈവിന് ശേഷമാണ് ഇത് ട്രിഗർ ആയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സ്പീഡ് കാരണമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ്, ഞങ്ങൾ സ്പീഡിന്റെ ലൈവ് കഴിഞ്ഞപ്പം ഇവനെ VC-യിൽ ഇരുന്ന് എല്ലാവരും കൂടെ കണ്ടത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു, എടാ ഇങ്ങനെയാണ് കാര്യം, എന്താ ഈ പറയണത് പോലെ അവൻ അടുത്ത് ചെയ്യാൻ പോണത് ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാലനോട് പറഞ്ഞപ്പോൾ ബാലൻ പെട്ടെന്ന് മൈക്ക് മ്യൂട്ടായിട്ട് നേരെ പോയിട്ട് രായനെ തെറി വിളിച്ചു. ഇവനെ ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അല്ലെന്ന് ബാലൻ പറയട്ടെ, അല്ലെന്ന് ന്യായീകരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ TV-യിലുള്ള കറന്റ് ഉള്ള മെമ്പേഴ്സ് എല്ലാവരും അണ്ണ കുറച്ചു മുമ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലൈവ് ഇട്ട് പറഞ്ഞതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ചെയ്ത ശരിയെന്നല്ല അർത്ഥം. അതായത് സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നു. നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞതായിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇപ്പം ബ്രോ ലൈക്ക് എന്നെ കുണ്ണാന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് വേണം? ഞാൻ ലൈവ് ഇട്ട് തിരിച്ച് കുണ്ണാന്ന് വിളിക്കണം? നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കൺഫേഴ്സ് കൊണ്ട് ഞാൻ അതിൽ അവിടെ ഒരുത്തനെ ലീക്കറാക്കി. അതെനിക്ക് അറിയില്ല അതെന്തോ സംഭവം എന്ന്, അതാരാന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പം അവനെ വെച്ച് അവിടുത്തെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നു. അതൊക്കെ എന്താണ്? ഞാൻ അവിടെ പറയാം, ഞാൻ പുറത്ത് അത് ഞാനാ ചെയ്തതെന്ന് എനിക്ക് ഇങ്ങോട്ടാ കൊണ്ടയച്ചു തന്നെ. എനിക്ക് എന്റെ ആവശ്യമില്ല. എന്നോട് എനിക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജാണ്, അണ്ണാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നടക്കുന്നത് RP അല്ല, ഹ്യൂമിലൈസേഷൻ ആണ്. ഞങ്ങൾ കുറെ പോയിന്റ് ഔട്ട് ചെയ്തതാണ്. ഞാൻ കുറെ ഗാങ്ങിലൊക്കെ കളിക്കുന്നതാണ്. ഇവിടെ ഇത് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ എനിക്ക് ഇങ്ങോട്ട് വന്ന് വെച്ച മെസ്സേജ്. എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, പ്രൂഫ് ഉണ്ട്. എനിക്ക് അവൻ്റെ എടുത്ത് കാണിക്കാൻ. നിങ്ങൾ PC ചെക്ക് ചെയ്തില്ലായിരുന്നോ എല്ലാവരുടെയും കഴിഞ്ഞ ദിവസം? PC ചെക്ക് ചെയ്തപ്പോ കിട്ടിയായിരുന്നോ അവനെ ആരാണെന്ന്? ഇല്ല.
അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റൂടാ? എനിക്ക് അവനെ പറയാൻ അവൻ പറഞ്ഞതിലൊരു ബേസിക് എത്തിക്സ് ഉണ്ട്. അവൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യണത് ഊമ്പിത്തരോ. എന്നാലും ഞാൻ പറയുക, നമ്മൾ കുറെ വട്ടം ഇത് പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം, ഊമ്പിത്തരമൊക്കെ എല്ലാരും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. എടാ, നമ്മള് എല്ലാരും അവരവരെ ഗ്യാങ് ഇരിക്കുമ്പോ ബാക്കി ഗ്യാങ്ങിലുള്ളവരെ പറ്റിയും അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെടുത്ത് സ്ക്രീൻഷോട്ട് ആയിട്ട് കൊണ്ടുവന്നിട്ട് മറ്റേ ഇത് കാണിക്കുന്നതൊക്കെ ശരിയല്ല. സ്ക്രീൻഷോട്ടിന്റെ കാര്യമല്ല പറയണ സരക്കെ, ആ സ്ക്രീൻഷോട്ടിന്റെ കാര്യമല്ല ഞങ്ങളിവിടെ പറയണേ. നമ്മൾ പറയണ അതല്ല, അവിടെ ചെയ്യണത് ഇതുപോലെ അവന്മാർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നോട് പറയണത്. അതായത് അവിടെ പോയിട്ട് നമുക്ക് ലൈവ് ഇടുമ്പോൾ ഇന്ന സമയത്ത് ഇന്നത് പറയാം, ഇന്നത് ഉപദ്രവിക്കാം. അവന്മാരുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ വൈകുന്നേരം ലൈവ് ചെയ്യുന്നവന്മാരുടെ POV-യിൽ പോയിട്ട് നമുക്ക് അത് പറയാം ഇത് പറയാം. വൈകുന്നേരം കഴിഞ്ഞ ദിവസത്തെ ആഷിൻ ഇവന്റെ POV-യിലുണ്ട്, നമ്മുടെ ആരുടെ ആഷിക്ക് ആർപ്പ് ചെയ്തോണ്ടിരുന്നപ്പം ലവ് വന്നിട്ട് പറയാം, നീയൊക്കെ നക്കി ഒരു പെങ്കൊച്ചായിട്ട് ആർപ്പ് ചെയ്തോണ്ടിരിക്കുക, TV-ന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ നക്കി കയറിയതല്ലടാ നീയൊക്കെ. ഇത് അങ്ങനല്ല പറഞ്ഞേ, അങ്ങനല്ല പറഞ്ഞേ, അത് അങ്ങനല്ലായിരുന്നു പറഞ്ഞേ. അത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിട്ട് അതവൻ വേറെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം എന്താ തിരിച്ചടിക്കണ്ടായോടാ, ഇങ്ങനെ നടന്നാ മതിയോ, അതാണ് പറഞ്ഞത്. നടന്നാ മതിയോ, നിനക്ക് അത് മതിയോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇത് വന്ന് ഇങ്ങനെ പറഞ്ഞ് ട്രിഗർ ആക്കുന്നുണ്ട്. എന്തിന്റെ ആവശ്യം? നമ്മുടെ സിറ്റുവേഷൻ ട്രിഗറാക്കി ഞാൻ ഇവിടുത്തെ ആഷിന്റെ ലൈവില് വന്നു വേറെ ആരോ കമന്റ് ഇട്ടെന്നാണ് പറഞ്ഞത്. അത് ട്രിഗറാക്കി. ദാമുവിന് സിറ്റി കയറുന്നില്ലല്ലോ, അവൻ കേറിയായിരുന്നു മിനിങ്ങാന്നില്ല. നിനക്ക് അയച്ചുതരാടാ അത്. വീഡിയോ അയച്ചു കൊടുത്തു കേട്ടോ, അയച്ചു കൊടുത്താൽ മതി. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പറയണ കാര്യമാണ് അവൻ എന്നോട് പറഞ്ഞത്. അല്ലാതെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറമൊന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് VC ആണ്, അവിടെ പലതും പറയും. ആലോചിച്ച് നോക്ക്, നമ്മളും പലതും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ. അല്ലടാ ഇതികളെ അവൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ നമ്മളൊരു ഗ്യാങ് ആയിട്ടിരിക്കുമ്പോ നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്ന ഗ്യാങ്ങുകളെ നമ്മൾ അടിക്കാൻ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യല്ലോടാ. അതൊക്കെ എല്ലാ ഗ്യാങ്ങിലും നടക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഇതായിട്ട് അവന്മാരെ കാണിച്ചാല് ഞാൻ പറയാം T47 എല്ലാം ശരിയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അവന്മാര് കാണിച്ചിട്ട് കുറെ തെറ്റുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു കാര്യം സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വന്ന് കാണിച്ചിട്ട് ഇത് പറയുവാണെങ്കിൽ മനസ്സിലായില്ലേ? സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാണിക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ലെങ്കിൽ മനസ്സിലായി. ഇപ്പൊ നമ്മൾ കളിക്കുന്ന ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ നാളെ ഇത് വെച്ചാൽ അവരാതും പറയാലോടായിരുന്നു എല്ലാവർക്കും. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ പുതിയതായിട്ട് നമ്മളത് ജോയിൻ ചെയ്ത ജുഗുറു അവരുടെയൊക്കെ ഇത് ചെയ്യണത് അത് ഊമ്പിത്തരമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞല്ലോ, ബോഡി ഷേമിങ് ചെയ്തത് ഊമ്പിത്തരം തന്നെയാണ്. ഞാൻ അവന്റെ ദാമുവിന്റെ അടുത്ത് ഡയറക്റ്റ് ഞാൻ മെസ്സേജ് തന്നെ പറഞ്ഞു. ഞാനാണെങ്കിൽ എന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിനക്ക് അയച്ചുതരാം. ഈ കാണിച്ചത് എന്തിനാണോ, നിനക്ക് പൊട്ടന്മാരാണോ, നീയൊക്കെ നിനക്ക് അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇവനാ വേറെ പയ്യനെന്തരമാണ് ചെയ്തത്, അതിപ്പോ എല്ലാം കൂടി എന്റെ മണ്ടയിലും കൂടി ആയി കറങ്ങി വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും കാണിച്ചത് ഉമ്പിത്തരാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിലൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ബാക്കി മനസ്സിലാ ഗ്യാങ്ങുകൾ തമ്മിൽ വാറെടുക്കുന്ന സിറ്റുവേഷൻ എടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. എടാ ആണ് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇപ്പൊ T47 വേണ്ടി സംസാരിക്കുന്നില്ല. ഇപ്പൊ പറയാം ഞാൻ ബേസിക് വെച്ചാൽ ജനറലി പറയുമ്പോ തന്നെ അത് വെച്ചാൽ ഞാൻ T47 സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയ സംസാരം വരും. അതുകൊണ്ട് അത് വിട്, ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞതാണ്. എല്ലാരും ഒരു ഗ്യാങ്ങിൽ കളിക്കുമ്പോഴത്തേക്കും പറയാനുള്ള കാര്യം നീ പറഞ്ഞല്ലോ. ബാലന്റെ അടുത്ത് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാലന്റെ അടുത്ത് പറയാനുള്ള കാര്യം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് അവന്. അതുകൊണ്ട് പറഞ്ഞ കാര്യം ഇനി സംസാരിക്കണ്ട, അതിന് ആവശ്യമില്ല. വെറുതെ എനിക്ക് ഇനി ഇതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ലൈവായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് വിടണം. എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് മൊത്തത്തില് എന്റെ ചാനൽ വൈറ്റ് വാഷ് മറ്റേതാണ് മൈരാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ ഇനി പറ്റത്തില്ല. ഞാൻ എല്ലാം നിർത്തി പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഈ RP എന്ന് പറഞ്ഞ സാധനമേ ഞാൻ നിർത്തി പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇരുന്ന് വെറുതെ വൈറ്റ് വാശും മൈരാണോ അണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോണം എല്ലാം കൂടെ വന്ന് എനിക്ക് കേട്ടോണ്ടിരിക്കുന്ന ലിമിറ്റ് കൊണ്ട് ഞാൻ പിന്നെ എല്ലാവർക്കും വിളിച്ച് പറയും. ചുമ്മാ നിങ്ങളെ കാര്യം നോക്കി പോകും. ഞാൻ ഇവിടെ ആരെയും ഒന്നും പറയില്ല. ഞാൻ മര്യാദയ്ക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ല ഞാൻ ഇവിടെ വലുതാക്കാനല്ല പറയുന്നത്. അത് ആദ്യം മനസ്സിലാവും. അല്ലാതെ ഞാൻ ഇവിടെ അടി ഉണ്ടാക്കാനല്ല വന്നത്. എനിക്ക് അടി ഉണ്ടാക്കാനാണെങ്കിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കും. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഇവിടെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി എന്തിനു പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ വീണ്ടും വന്ന് സംസാരിക്കും. മുച്ചിരിയുടെ കേസും മറ്റവന്റെ കേസൊക്കെ പറയാനാണെങ്കിൽ പറയാനൊക്കെ കുറെ ഉണ്ട്. അതുകൊണ്ട് ചുമ്മാ പറയല്ലേ.
എനിക്ക് തിരിച്ച് പറയാനൊക്കെ അറിയാം മുച്ചിരിയുടെ കേസൊക്കെ മനസ്സിലായില്ലേ? ചുമ്മാ ചാറ്റിൽ വന്നിരുന്ന എന്തിനാണ് കാര്യം പറയുന്നത്? ചാറ്റ് കൊണ്ട് പിന്നെ എന്തിനാണ് ക്ലിയറാക്കാൻ വേണ്ടി ഇന്റൻഷനലി ചെയ്യണതാ. എന്റെ ലൈവ് തുടങ്ങിയപ്പോ എന്നെ എന്തൊക്കെയാ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ടിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാടാ. ഇവിടെ വന്ന് ഏതൊക്കെ അവനെ ചീത്ത വിളിച്ചത്. ഈ ലൈവ് കാണുന്ന എല്ലാവരോടും നീ ഒന്ന് ചോദിച്ചേ. ഞാൻ ഇവന്മാരൊക്കെ ഇഗ്നോർ ചെയ്ത് തളക്കി വിളിച്ചിരിക്കുവായിരുന്നു ഇത്രയും നേരം. ഇവരൊക്കെ ഇത് ഓഡിയൻസ് ആണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? ചുമ്മാ തെറി വിളിക്കുകയാണ് നിന്റെ ലൈവിൽ ചുമ്മാ തെറി വിളിക്കുകയാണ്. അല്ല, എന്നെ ഇത് തന്നെ ചെയ്യുന്നുണ്ട് തുടക്കത്തില്. ഇതൊന്നും ഓഡിയൻസ് അല്ല ലൈവ് കാണുന്നത്. ഇന്ന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഇത് പറഞ്ഞ നിങ്ങൾ ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്ന ഇതിനെ ഉണ്ടാവുള്ളൂ. പറഞ്ഞുതരാ. അല്ല അണ്ണാ, ഞാൻ ഇത്രേ ഉള്ളൂ അണ്ണാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അണ്ണൻ അറിയാലോ, അണ്ണൻ മെനിയാന്ന് കൂടി എന്നെ വിളിച്ചോളൂ. ഞാൻ അണ്ണന്റെ അടുത്ത് കുറെ കാര്യം സംസാരിച്ചാണ്, അണ്ണനും എന്റെ അടുത്ത് സംസാരിച്ചാണ്. അതിൽ ഞാൻ എന്തിനും അണ്ണൻ അടുത്ത് ഉറക്കായിട്ട് പറയാം. എനിക്ക് ബാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം അണ്ണൻ അടുത്ത് പറയാം. അണ്ണ പറയടാ, ഞാൻ നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റ് ആകാം, നിങ്ങളെ സൈഡിലുള്ള ഇതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അണ്ണ ഇതേപോലെ ആയിരിക്കും കാര്യങ്ങൾ, ഇതെങ്ങനെയായിരിക്കും നടക്കണം എന്ന് പറഞ്ഞ് എല്ലാം ഞാൻ ഇതാക്കിയിട്ടുള്ളൂ അണ്ണ. ഞാൻ രായനോട് വന്നിട്ട് ഞങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചരണ്ട് ഇഷ്യൂ, ഫ്ലഫിയുടെ ഇഷ്യൂ. അല്ല, ചരണ്ട ഇഷ്യൂ എന്തിനാണെന്ന് പറയണോ വേണം? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അത് ഇഷ്യൂ എടാ, അതിനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയണ്ട, ഇവന്മാര് വന്നിട്ട് പറയട്ടെ. മുച്ചിറി TVയിൽ എടുത്ത് മൈരെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് TV ഓഡിയൻസിനും മുച്ചിറിയുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കും ട്രിഗേർഡ് ആക്കി ഒബ്വിയസ്ലി. അപ്പൊ അവര് കമന്റിൽ ഇത്ര ചോദിച്ചു, നിങ്ങൾ എന്തിനാ ബോധർ ചെയ്യുന്നത്, ഡയോസിലെ കാര്യം നോക്കിയാ പോരെ, അത്ര അവര് പറഞ്ഞുള്ളൂ. ആണ്, പക്ഷെ അതിൽ അവൻ പറയാനുള്ള കാര്യം അണ്ണന്റെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞപ്പോ അണ്ണനത് മനസ്സിലായി. മനസ്സിലായില്ലേ? അത് നമ്മൾ പറയുന്നില്ല, നമ്മളത് വേറെ അവൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ റീൽ സീനിലോട്ട് പോകും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഒന്നും പറയാതെ പോകുന്നത്. പക്ഷെ ഈ ഒരു കേസ് വന്നപ്പം എനിക്കത് പറയാതിരിക്കാൻ തോന്നില്ല. കാരണം ഇതും അണ്ണൻ മിണ്ടായിരിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഞാൻ ഡയോസിൽ നിൽക്കുവാണ്, അവിടെ സ്പീഡ് വന്ന് അണ്ണനെ വന്നിട്ട് മെസ്സേജ് അയക്കുവാണ്, നീ ഇങ്ങനെ വന്ന് ചെയ്തെന്ന് പറഞ്ഞ അണ്ണനെ വിളിച്ചിട്ട് തെറി വിളിക്കുകയാണ്. അണ്ണൻ റിയാക്ട് ചെയ്യില്ല, അതേ സെയിം രീതിയിലാണ് റിയാക്ട് ചെയ്ത. ഞാൻ ഈ പറഞ്ഞ അത് തന്നെ, അത് ഞാൻ എന്റെ ലൈവിലിട്ട് ഞാൻ വേറെ ആരെ കുറിച്ചും ഒരു കുറ്റവും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ട്രിഗറിന്റെ പേരിലാണ് ഞാൻ ലൈവ് വന്നതും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് പറയാം. ഇനി മേൽ എന്നെ ട്രിഗർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇവിടെ ഒരു കൺസേൺ ഞാൻ വെക്കത്തില്ല, ഞാൻ ഉള്ള കാര്യം പറയാം. അത് നമ്മളെ വീണ്ടും ഇട്ട് ഇതിന്റെ പിറകിൽ ഇരുത്തി നമ്മളെ ഓരോ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ലൈവ് നിർത്തി പോവായിരിക്കും. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ഓഡിയൻസ് വന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് വെച്ച് പറയുമ്പോൾ ബാക്കിയുള്ള സൈഡ് ഞാൻ മിണ്ടാതെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും, രായൻ ഇതിനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല, അപ്പം രായന്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് കുറെ ഓഡിയൻസ് വിചാരിക്കുന്നത്. നമ്മൾ ഇത് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ അകത്തുള്ളവർക്കും റിയൽ ലൈഫും വരും. ഞാൻ ഈ ഗ്യാങ്ങിൽ നിന്ന് കളിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ ഇറങ്ങി എന്ന് പറഞ്ഞ് എനിക്ക് ഓജിയിലായിട്ടുള്ളവര് എന്റെ അനിയനെ പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഒരാളെ സീൻ എടുക്കുമ്പോൾ അത് അവർക്ക് എഫക്റ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ദ്രോഹിക്കണമെന്നില്ല. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നലെ എത്രയും ട്രിഗറായിട്ടും ഞാൻ ഇന്ന് എന്റെ മാന്യത കൊണ്ടാണ് ഞാൻ ഒരു കാര്യം എന്ന് പറയാതെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ ഞാൻ തീർത്തിട്ടുള്ള. പിന്നെ എന്തുകൊണ്ടാണ് ബാലൻ എന്റെ അടുത്ത് വൈരാഗ്യം വരേണ്ടതും എന്ത് കാരണമാണ് അണ്ണൻ അറിയാം. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ഞാൻ പറയുന്നില്ല അതിനെ പറ്റി ഒന്നും. പക്ഷെ അതുകൊണ്ടാണ് അത് ഞാൻ TVയിൽ നിന്ന് ആസ് എ കോ ലീഡർ എന്നൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് അത് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടത്. അതില് ഞാൻ ചെയ്തിട്ടില്ല, അണ്ണൻ അറിയാം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ ആരെയും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ഞാൻ ഒരു ലൈവിലും ആരെയും ഇട്ട് ഒന്നും പറയാനും പോകുന്നില്ല. ഇനി ഞാൻ ലൈവ് ഇടുന്നില്ല, ഇനി ഞാൻ RPയും കളിക്കുന്നില്ല. ഇത് ഇന്നത്തോടെ ഞാൻ നിർത്തുവാണ്. പക്ഷെ ഇനി എന്റെ പേരോ ഇതിന്റെ പേരോ വീണ്ടും ഞാൻ പറഞ്ഞു, ചാറ്റിലുള്ളവന്മാര് എന്ത് കുണ്ണത്തരം പറഞ്ഞു പോയി ഞാൻ അത് മൈൻഡ് ആക്കൂല. എനിക്കത് കാണേ വേണ്ട. കുറെ കുണ്ണകൾ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്, തല്ലി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുത്തം പറയണത് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ കുണ്ണകൾ ഇതിന്റെ അകത്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്കത് ബോധമല്ല. പക്ഷെ അണ്ണൻ ലൈക്ക് ഗ്യാങ്ങിന്റെ വായിന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എന്നുവെച്ചാൽ ലൈവിലോ ഞാൻ താല്പര്യമില്ല. TV കാരണം നിർത്തിപ്പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഇഷ്യൂ കൊണ്ട് പേടിച്ച് നിർത്തിപ്പോണെന്നല്ല, എനിക്ക് വയ്യ. കാരണം ഞാൻ ഈ ഗ്യാങ് തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ ഇവിടെ വന്നേണ്. ചില കാര്യങ്ങൾ കാരണം ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറെ പ്രശ്നങ്ങളായി. പിന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ ഇടയിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ലൈവ് വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കാര്യം നോക്കി പോകുന്നത്.
ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതേപോലെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ പറഞ്ഞ ഈ മുടിഞ്ഞ ഗെയിം കളിക്കുന്നതുകൊണ്ടാണ്. ഇത് കളിക്കാതിരുന്ന ഒരു പ്രശ്നം വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യാ, നിർത്തി പോവുക. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ നിർത്തി പോകുന്നു. നമ്മളെന്നല്ല, ഞാൻ നിർത്തുന്നു, അണ്ണന്റെ രീതി പറയുന്നത് നിർത്തുന്നു. ഇതില് നിങ്ങൾ ഞാൻ പറയണമെന്ന് കേൾക്കില്ല. ഞാൻ പറയണെന്ന് വെച്ചാ, ഇപ്പോ ലാസ്റ്റ് നമ്മളെ ഷൗടെക്സിന്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം TV-യിലെ സൈഡിൽ നിന്ന് ഡയോസിനെ മെൻഷൻ അല്ലെങ്കിൽ നിന്നെ വിളിച്ച് അലമ്പാക്കിയ ഒറ്റ സിറ്റുവേഷൻ ബാലന്റെ അടുത്തുനിന്ന് മാത്രം ഉണ്ടായത്. അത് ഇനി ഒരിക്കലും അവന്റെ സൈഡിൽ നിന്ന് ഇനി ഒരിക്കലും അത് ഉണ്ടാവാതെ ഞാൻ നോക്കും. അത് മാത്രം ഉണ്ടായത്. ഞങ്ങൾ അന്ന് എല്ലാവരും മീറ്റിംഗ് ഞാൻ വിളിച്ച് പറഞ്ഞതാണ്, ഇനി നമ്മുടെ സൈഡിൽ നിന്ന് ഏതവനാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മെമ്പർ പഴയ മെമ്പർ എന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഞാൻ എടുത്ത് കളയും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു സിറ്റുവേഷനും ഉണ്ടാവാതിരുന്നത്. പിന്നെ സ്പീഡിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ലീഡർ സരക്ക് റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം മാത്രം. അത് മാത്രം അവൻ T47 ചാറ്റിലിട്ടത് ഇവൻ എങ്ങനെയാണ് സരക്കണ്ണ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ ഈ ഗുലാന് ഞാൻ പറഞ്ഞ അതല്ല അല്ല അണ്ണ അങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ ലീഡർ ആയിട്ടുള്ള ആള് റെസ്പോണ്ട് അതെങ്ങനെയാണ് വെട്ടി ഇടുന്ന സമയത്ത് അതിന്റെ അടിയിലത്തെ കമന്റ് സെക്ഷനുകളും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലേ, ഡയോസിലല്ലേ എന്ന് പറഞ്ഞ കമന്റിലുള്ളവര് ഞാൻ പറയട്ടെടാ, ഞാനൊരു കാര്യം പറയട്ടെ. T47 ഇഷ്യൂ വരുന്ന സമയത്ത് T47 ലീഡർ നോക്കാനുള്ളതല്ലേ ഞാൻ. ഫസ്റ്റ് കേസ് ഇപ്പൊ ഞാൻ അറിഞ്ഞെങ്കിൽ പോലും, ഇപ്പൊ T47 അവൻ പറഞ്ഞ കേസ് ആണെങ്കിൽ പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് റിയാക്ട് ചെയ്യും. ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം. ഞാൻ അറിയണത് ഈ ലൈവ് വരുന്ന സമയത്താണ് ഞാൻ ഇത് അറിയുന്നത്. അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് അറിയാൻ പറ്റൂ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലതും അറിയുന്നത്, അല്ലാതെ ഒന്നും അറിയത്തില്ല. ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇതിരുന്നിട്ട് എടാ സപ്പോർട്ട് ചെയ്തിട്ട് എടാ നീ ഇത് കണ്ടിന്യൂ എന്നല്ല പറഞ്ഞ. അവന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഇതിന് മുമ്പ് ഫ്ലഫി എന്നിരുന്ന് TV-യുടെ ടർഫിന്റെ തിരിച്ചപ്പോ തന്നെ ആണെങ്കിൽ പോലും നമ്മളിരുന്നിട്ട് എടാ അത് കുഴപ്പമൊന്നുമില്ലടാ എന്നൊന്നും അല്ല പറഞ്ഞത്. എല്ലാരെയും വിളിച്ചിരുത്ത് അന്ന് മീറ്റിംഗ് വിളിച്ചിരുത്തി തന്നെ പറഞ്ഞു. അത് ഇപ്പൊ പുതിയ മെമ്പേഴ്സ് ഉള്ളവർ ഉൾപ്പെടെ ഉണ്ട്. അവരടുത്ത് വേണമെങ്കിൽ ആരടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാൽ അങ്ങനെ ഫ്ലഫിയുടെ ഇഷ്യൂ ഞങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അല്ല നീ ലൈവില് പറഞ്ഞായിരുന്നല്ലേ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് മാത്രമാണ് പറഞ്ഞത്. അതിനു മുമ്പ് അത് എത്ര നാളെ ഇപ്പൊ നടന്നിട്ട് അവരാധിക്കുന്നതിന്റെ ആരുമല്ല ഞാൻ പറഞ്ഞതാണ്. അവരാധിക്കാനായിട്ടുള്ള അല്ല പറഞ്ഞത്. അതിനുശേഷം പറയട്ടെ, ഞാൻ പറയട്ടെ, അതല്ല പറഞ്ഞത്. പിന്നെ ഞാൻ പറയുന്നത് എന്തിരുന്നു അത് ഫുള്ളായിട്ട് കേൾക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവൻ ഇപ്പൊ ഈ T47 ഇഷ്യൂ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഇവന്റെ അടുത്ത് പറഞ്ഞത് ഇമ്മായി ഇങ്ങനത്തെ കാര്യത്തിൽ പോയി ഇടപെട്ടിട്ട് അത് നമ്മുടെ തലയിലാവുന്ന രീതിയിലാക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിർത്തിക്കോണമെന്നാണ് അവന്റെ അടുത്ത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്. സ്പീഡിന്റെ അടുത്ത് പറഞ്ഞാടാ ഇത് നിനക്ക് അവന്റെ ചോദിച്ചോടാ നീ കണ്ടായിരുന്നു. അവൻ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, അപ്പം എനിക്കിത് സംഭവം ആ രീതിയാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ മറ്റേ എന്താണ് ബോഡി ചെയ്ത സംഭവം ഞാൻ ബോഡി ഷേപ്പ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരിതാണ് അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ് ഞാൻ പറയാ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നീയൊക്കെ ഇങ്ങനെ അവിടെ സംസാരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് ഞാനാണ്. എനിക്കിത് പറയേണ്ട ആവശ്യമില്ല, ഒന്നത്തെ കാര്യം എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കാര്യം ആ സ്ക്രീൻഷോട്ട് തന്ന പുള്ളിക്കാരൻ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നുള്ള ലൈക്ക് ഞാൻ RP നിർത്തുവാന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഒന്നും തന്നില്ല. ഇതിന് ഒരാഴ്ച മുമ്പേ ഞാൻ അതൊക്കെ ഇട്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ ഒരാഴ്ച മുമ്പേ ഇട്ട്, എന്നിട്ട് ഡയോസിലും ഇട്ട് ഞാൻ നിർത്തുവാൻ ഒരു ബ്രേക്ക് എടുക്കുവാണ്, എനിക്കിപ്പം മൈൻഡ് ശരിയല്ലെന്ന് പറഞ്ഞ് ഇട്ട്. എന്നിട്ടാണ് ഈ ലൈവ് വീണ്ടും വന്നത്. ലൈക്ക് ഇങ്ങനെ ഇത് നടന്നത് ഒരു മാസം മുമ്പ്. അത് വീട് അതല്ല ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മനസ്സിലല്ലേ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ആരെയും ഇത് പ്രൊമോട്ട് ചെയ്യാനും ഇത് ചെയ്തിട്ടില്ല. എല്ലാം നിർത്തിക്കുള്ളൂ. ഇവന്മാരെല്ലാം ട്രിഗർ ആവുന്നതിന്റെ റീസൺ എന്തിനാണെന്നുള്ളത് ആ മീറ്റിങ്ങിനകത്തുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് ഇവന്മാരുടെ മൈൻഡിൽ കിടക്കുന്നത്, അത്രേ ഉള്ളൂ. എന്നിട്ടും ഇവന്മാര് പറഞ്ഞ ശരിയൊന്നുമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി, ഇവന്മാർ അതിന്റെ പേരിലാണെങ്കിൽ ട്രിഗർ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് ട്രിഗർ ആവരുത് എന്നുള്ളൊരു പറഞ്ഞ കാര്യമായിട്ട് എവിടെ വെച്ച് ട്രിഗർ ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തമാശക്കാണെങ്കിൽ പോലും കളിയാക്കുന്നവരോട് ചിരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഇത് എൻകറേജ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാനിപ്പോ ലീഡറായിട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും. അല്ലല്ല ഞാൻ എൻകറേജ് ചെയ്യുന്നു പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആൾക്കാരെ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇല്ല, ഇഷ്യൂ നടന്നതിന് ശേഷം ഷൗടെക്സിന്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരു തരത്തിലും ഇവിടുത്തെ ഒരാളും ട്രിഗർ ചെയ്യുന്ന രീതിയിൽ വരലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടുത്തെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കീപ്പ് ചെയ്തു. ഒറ്റ ഒരെണ്ണം വന്നത് ബാലന്റ് ഇഷ്യൂ. ഈ ബാലന്റ് ഇഷ്യൂ ഇന്നലെ നടക്കണം. ഇന്നലെ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടാണോ? അത് ചന്ദ്ര അളിയ ഇന്നലെയൊന്നുമല്ല. ഗ്രൂപ്പിലെ ചാറ്റല്ലേ
അതാണ് ഇവര് പറയുന്നത്. അല്ലല്ല അവന്റെ ഗ്രൂപ്പിന്റെ നിങ്ങളെ ചാറ്റല്ല വീണ്ടും പറയേണ്ട വരും അത് എനിക്ക് അല്ല പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലല്ല ഇത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അത് തന്നെ പറഞ്ഞ വേറെ പല കാര്യങ്ങൾ ഒരു അല്ല എനിക്ക് താല്പര്യമില്ല പറയണമെങ്കിൽ പറഞ്ഞാൽ സംസാരിക്കണം അല്ല ഞാൻ പറയണ ബോധമല്ല പറഞ്ഞതല്ല ഇതിന്റെ അല്ല പറഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് നമ്മളിപ്പോ ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞാൽ ഇത് പറയണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയാനുള്ള കാര്യം എല്ലാരും പറഞ്ഞു. അല്ലടാ സംഭവം ഇത്ര ഉള്ളൂടാ. ഇതിപ്പം പറയണ്ട നമുക്കിത് പറയണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ആൾക്കാർ പറയും നമ്മൾ പേടിച്ചോടി ഇങ്ങനത്തെ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും പറയണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ എങ്ങനെ പേടിച്ചോടുന്ന് പറയണേ? തിരുമ്പ് എന്താണ് തിരുമ്പ് സരക്കിന് പേടിയെന്ന് തിരുമ്പ് കമന്റ് ഇട്ടാണല്ലോ ഞാൻ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറയണത് ഇപ്പോഴും മനസ്സിലായില്ലേ സരക്ക്? ഞാൻ ഈ ലൈവ് വന്നപ്പോ ഇത്രയും നേരം നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ താറ്റിക്കൊണ്ടായിരുന്നു ഇത്രയും നേരം ചാറ്റ് തന്നത്. ഇത് മറ്റേ അടി കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല, ലൈവ് കാണാൻ വരുന്നവരല്ല ഇത്. എടാ വീട് നിർത്ത് മതി എല്ലാം നിർത്തറ. ഇത് നിർത്തി വയ്യ ഇനി വീണ്ടും സംസാരിച്ചാൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം ലൈവ് വരാൻ എനിക്ക് താല്പര്യമില്ല. ഞാനത് ചെയ്യാൻ ഇത് ഇവിടെ വെച്ച് എല്ലായിടത്തും പറയണ്. എടാ ഇവിടെ ഡയോസിന്റെ അകത്തുള്ള എല്ലായിടത്തും പറയണ്. ഇവിടെ വെച്ച് പറയണ എല്ലാരും ഇരിക്കുക പറയണ. ഇനി എവിടെയും പോയി ഇത് മനസ്സിലായി ആരടുത്തും ആരെയും പറ്റിയും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സംസാരിക്കണോ നിങ്ങൾക്ക് ഇടയിൽ സംസാരിക്കണം, അല്ലാതെ വേറെ എഴുത്തിന്റെ അടുത്തും പോയിരുന്ന ആരെയും പറ്റിച്ച് അവരാതെ കഥ പറയാനും മറ്റേ ചാറ്റിൽ പോയിട്ട് വിടാനും അല്ലെങ്കിൽ ലൈവ് ഇരിക്കുമ്പോൾ കളിയാക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒന്നിനും പോരുത്. ഇത് ലാസ്റ്റ് ആയിട്ട് പറയണം. ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് ഇവിടെ വെച്ച് കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയാണ് ഈ ടോപ്പിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. നമ്മളായിട്ട് ഇനി അടുത്ത് പോലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കാതെ ആരും റിയാക്ട് ചെയ്യാനും പോരുത്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ടാ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. വിഷയം ഞാൻ പോയി ലൈവ് കുറച്ച് ലൈവിലോട്ട് പോകും. ഇനിയിപ്പോ സൈഡിൽ നിന്ന് എക്സ്പ്ലനേഷൻ വേണോ നിങ്ങൾക്ക്? ഞാൻ ഇപ്പോഴും പറയണം നിങ്ങളുടെ അടുത്ത്, മീറ്റിംഗ് POV സ്ട്രീം ചെയ്യുന്നത് കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് ഞാൻ ട്രിഗറായി എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടല്ല. ഞാൻ ഓൾറെഡി ഇത് നിങ്ങളോട് പറഞ്ഞല്ലേ ഗൈസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി കുറച്ച് പേരുടെ സംസാരമായി. അതിലെന്താ എക്സ്പോസിങ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. അതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും റിബലും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് അതിൽ ആ POVയുടെ ഇൻ ബിറ്റ്വീനിനകത്ത് കുറേ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് പബ്ലിക് ആക്കാൻ താല്പര്യമില്ല. അത് ഞങ്ങളുടെ പ്രൈവസി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനി എന്ത് ക്ലാരിഫിക്കേഷനാണ്? കണ്ടന്റ് വെട്ടിയിടുന്ന കണ്ടാറോളി പുണ്ടച്ചി മോനെ, നിന്റെയൊക്കെ ഉണ്ടല്ലോ, നിന്റെയൊക്കെ ഓരോ സാധനം കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ മറ്റേ ഈഗിൾ ഗെയിമിങ്ങിനെ എക്സ്പോസ് ചെയ്തെന്ന്. എന്താ അണ്ടി എക്സ്പോസ് ചെയ്തത് നീയൊക്കെ? ഓരോ കാണണ ഗൈസ്. ഞാനേ ഇങ്ങനത്തെ നക്കികളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ്, സത്യം പറയാം. ഇങ്ങനത്തെ നക്കികളെ, അതായത് എന്തോന്നറിയോ, അവൻ ആ വീഡിയോ ഇട്ടേക്കുക, എന്നിട്ട് അവൻ എന്നെ പറ്റി എന്താണ്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടിയിൽ ഞാൻ നോക്കിയപ്പോഴേ കണ്ണാപ്പിയും വാസവണ്ണനും പുതിയ ഗെയിം കളിച്ചപ്പോൾ കണ്ടന്റ് അവനിരുന്ന് കുറെ നാളായിട്ട് എൻ്റെ ഇരുന്ന് നക്കി അങ്ങ് ഉണ്ടാക്കിയേക്കുക. എന്നിട്ട് അടുത്ത കണ്ടന്റ് ഇതാണ്. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഈഗിൾ ഗെയിമിങ്ങിനെ എക്സ്പോസ് ചെയ്തപ്പോൾ സസ്പെൻഡ് ബാലൻ. എന്തിന് ബാലനെ എനിക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലടാ. ബാലനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ബാലൻ ഇന്നേ വരെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബാലൻ എന്തെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്യുവാണെങ്കിൽ നോർമലി നമ്മൾ TV-ന്ന് സസ്പെൻഡ് ചെയ്ത ആൾക്കാർക്കെല്ലാം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. TV-ന്ന് സസ്പെൻഡ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഓരോ വാർണിങ്സ് കൊടുത്തിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അമ്പത്തൂർ ആയിക്കോട്ടെ, പപ്പടം ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളിൽ ഓരോ വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അവനൊരു തെറ്റ് ചെയ്താൽ തന്നെ എനിക്ക് അവനൊരു വാർണിംഗ് കൊടുത്ത് നിർത്താവുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അവന് പറയാനുള്ള കാര്യം അവൻ ഓൾറെഡി താഴെ ഇരുന്ന് പറഞ്ഞ് ഇത് സംസാരിച്ചാൽ അതിന് ബാഡ് ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായോ? ഇതിവിടെ തീർന്ന് കഴിഞ്ഞ്. ഇനി ഒരു ലൈവിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വരത്തില്ല. ഇനി ഏത് ഗ്യാങ്ങിൽ പോയി കളിച്ചാലും ലിറ്ററലി സത്യം പറഞ്ഞാൽ ഇതൊരു ട്രോമയാണ്. ഇത് നിങ്ങൾക്കും എനിക്കും എല്ലാം ട്രോമയാണ്. സോ അതുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് കുറച്ച് ദിവസം RP-ന്ന് ഗ്യാപ്പ് എടുക്കാമെന്നല്ല, RP കളിക്കാം. RP നാളെ തൊട്ട് എന്തായാലും ഞാൻ സ്ട്രീം ഉണ്ടാവും. നമുക്ക് വേറെ കുറച്ച് ഗെയിംസ് കൂടെ കളിച്ചൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. TV-യിലെ ഒരാൾ പോലും ഇനി അതിനും വരത്തില്ല. TV-യിലെ പിള്ളേർ ഇനി അതിന് വരത്തില്ല. അവരുടെ പിള്ളേരും ഇനി വരത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. വേണ്ട വിട്ടേക്കാം. ഒരു ഗസ്റ്റ് റോൾ, ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു ഇന്നത്തെ ലൈവിൽ. ആ ക്യാമിയോയെ ഞാനങ്ങ് വിടുക കുറച്ച് നേരത്തേക്ക്. പോട്ടെ, ആ ക്യാമിയോ സന്തോഷമായിട്ട് ഇരുന്നോട്ടെ കുറച്ച് ദിവസം.
ഞാൻ ഇനി പറഞ്ഞു തീർത്തിട്ട് ഇനി ഞാൻ അടുത്തത് അതെടുത്ത് വലിച്ചിടണത്. ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു, അവന് കൊടുക്കണമായിരുന്നു എനിക്ക് പറയണം, പക്ഷെ വേണ്ട, നിർത്തി. സോ ഗൈസ്, ഇത്രയുമാണ് കാര്യങ്ങൾ. അവർക്കും പറയാൻ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി എന്ത് പീക്കിൽ എന്ത് വന്നാലും എനിക്കൊരു പറയില്ല, ഞാനിത് സംസാരിക്കാൻ പോകത്തില്ല, മനസ്സിലായോ? ഇതേ ഉള്ളൂ. ആൻഡ് സോ സോറി ഫോർ കഴിഞ്ഞ കുറച്ച് ലൈവുകളായിട്ട് ഞാൻ നല്ല തെറിവിളി, നല്ല ട്രിഗേർഡുമാണ്. ഐ ആം സോ സോറി. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഞാൻ ഒരുപാട് പബ്ലിക്കലി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലൈവ് കാണുന്ന, ടി വിയിലൊക്കെ കാണുന്നതും വീട്ടിലിരുന്ന് കാണുന്നതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ തെറിവിളി എനിക്ക് കയ്യിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. അതെൻ്റെ പ്രശ്നമാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാൻ എല്ലാ വ്യൂവേഴ്സിനോടും സോറി ചോദിക്കുന്നു. ഐ എം സോ സോറി.